പത്തനംതിട്ട ജില്ലയുമായി അഭേദ്യമായ ബന്ധം കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു വി.എസ്. അച്യുതാനന്ദനെന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. വി.എസിന്റെ പോരാട്ടവും പ്രവർത്തനവും രാഷ്ട്രീയം പാഠമാക്കുന്നവർക്ക് തുറന്ന പുസ്തകമാണെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയുമായി അഭേദ്യമായ ബന്ധമായിരുന്നു CPMന്റെ സംസ്ഥാന സ്ഥാപകരിൽ ഒരാളായും കേരളത്തിന്റെ സമരപോരാട്ടങ്ങളിൽ വിപ്ലവ സൂര്യൻ എന്നറിയപ്പെടുന്നതും മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള നമ്മളെ അകാലത്തിൽ വിട്ടുപരിഞ്ഞു പോയിട്ടുള്ള വി.എസിന്റെ 1ാം ചരമവാർഷികമാണ് കടന്നു പോകുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് വി.എസുമായി ദീർഘകാലം റാന്നിയുടെ MLA ആയും ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള രാജു എബ്രഹാമാണ് വി.എസിനെ ഓർക്കുന്നത്. കാരണം നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആ സമയത്താണ് ഈ ആസ്ഥാനത്തിന് DC-ക്ക് പുള്ളി എന്ന് ശിലാസ്ഥാപനം നടത്തുകയൊക്കെ ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലെ CPIM കെട്ടിപ്പടുക്കുവാൻ വലിയ നേതൃത്വവും സഹായിയുമായിരുന്നു വി.എസ്. നമ്മുടെ ജില്ലയിലെ ചെറുതും വലുതുമായ നിരവധി പരിപാടികൾ അദ്ദേഹത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായിരുന്നു. വി.എസ്. മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലായിരിക്കുമല്ലോ അന്ന് റാന്നിയുടെ MLA ആയിട്ട് അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടം ഒക്കെ തന്നെ പിന്നെ ശബരിമലയിലെ ആ പ്രായത്തെ പോലും വകവയ്ക്കാതെയാണ് സന്നിധാനത്തെത്തുക ഒക്കെ അങ്ങനെയൊക്കെ ഒട്ടേറെ ഓർമ്മകൾ MLA ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരിക്കും. പാർലമെന്ററി രംഗത്ത് വി.എസ്. ഒരു ശോഭിച്ച തിളങ്ങിയ ഒരു നക്ഷത്രമായിരുന്നു. റാന്നിയെ സംബന്ധിച്ചിടത്തോളം റാന്നി സിവിൽ സ്റ്റേഷൻ, ആ വലിയ മനോഹരമായ സിവിൽ സ്റ്റേഷൻ ഞാൻ MLA ആയിരിക്കുമ്പോൾ അന്ന് തറക്കല്ലിട്ടത്, അന്ന് ഫണ്ട് അനുവദിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇന്നത് മനോഹരമായി പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ റാന്നി താലൂക്ക് ആശുപത്രിയുടെ പ്രധാനപ്പെട്ട കെട്ടിടം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിന് ഫണ്ട് അനുവദിച്ചത്. അദ്ദേഹം തന്നെ വന്ന് അതിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് നിർവഹിച്ചു. ഇന്നത് മനോഹരമായി പ്രവർത്തിക്കുന്നു. ശബരിമലയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ശബരിമലയിൽ കയറിയത്. മല ചവിട്ടുമ്പോൾ അദ്ദേഹം നടന്ന് മല ചവിട്ടും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളൊക്കെ പലതവണ അദ്ദേഹത്തോട് സംസാരിച്ചു, ഡോളിയിൽ കയറാം, അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം ഞങ്ങളെയൊക്കെ ഒന്ന് നോക്കി വളരെ സൗമ്യനായി അദ്ദേഹം മെല്ലെ മല ചവിട്ടുകയായിരുന്നു. അത്ര ദൃഢനിശ്ചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞങ്ങൾ പോലും നാണിച്ചുപോയി. അദ്ദേഹം ഊർജ്ജസ്വലതയോടെ ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഒരു കന്നി അയ്യപ്പനെ പോലെ മല ചവിട്ടുന്നത് കണ്ടപ്പോൾ അതെല്ലാം നമുക്ക് എന്നും ഓർമ്മകളിൽ, നമുക്ക് ലോക ജനതയ്ക്ക് തന്നെ ഓർമ്മകളിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന മറക്കാനാവാത്ത ഏടുകളാണ് ഇതെല്ലാം. 1ാം ഈ വാർഷികവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെയാണ് അനുസ്മരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്? നമ്മുടെ ജില്ലയിലെ എല്ലാ ബ്രാഞ്ചുകളിലും പ്രധാനമായും പതാക ഉയർത്തല്, അദ്ദേഹത്തിന്റെ പുഷ്പാർച്ചന, അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രദർശിപ്പിക്കല് എല്ലാം നടക്കും. ലോക്കൽ തലങ്ങളിൽ ഇതേപോലെ തന്നെ ലോക്കൽ തലങ്ങളിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഏരിയ തലങ്ങളിൽ വലിയ യോഗങ്ങളാണ് നാളെ വെച്ചിരിക്കുന്നത്. 12 ഏരിയകളിലും നമ്മൾ അനുസ്മരണ യോഗങ്ങൾ നാളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്രാഞ്ച് തലങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫലവൃക്ഷത്തൈ വിതരണം, ഇന്ന് തന്നെ അതിന്റെ തുടക്കം നറണമൊഴിയിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ പച്ചക്കറി തൈ വിതരണം, അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ വി.എസ്. ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നാളെ ജില്ലയിലെ നിറഞ്ഞു നിൽക്കുന്ന പരിപാടികളായിട്ട് വി.എസിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും മാറും. വളർന്നു വരുന്ന പുതുതലമുറയോടെ വി.എസിനെ എന്താണ് പാഠപുസ്തകമാക്കേണ്ടത്? വി.എസിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ്. അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് നമുക്കറിയാവുന്നതാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ അടക്കം അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നു, പാവപ്പെട്ടവന് വേണ്ടിയായിരുന്നു, കർഷകന് വേണ്ടിയായിരുന്നു, വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും. അദ്ദേഹം യുവജന സമരങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ആ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മായത്തില്ല. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.